ഇതിനകത്ത് വയറുവേദന വന്നാൽ മല കൊണ്ടുവന്നാലും തീരില്ല വേദന കേട്ടോ. അറിഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. എല്ലാം നിങ്ങൾക്കറിയാം. മുത്തനും പവിഴത്തിനും വില കെട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. തിരുവനാദികളെ നിലകെട്ടിയ കല്ലിനും മരത്തിനും ദേവനും ദേവബ്രാഹ്മണനും ശനിയും വരും, ശനിപ്പഴയും വരും. സൂര്യചന്ദ്രന്മാർക്ക് പോലും ഗ്രഹണം പിടിക്കുന്നില്ലേ? ഇല്ലേ? സൂര്യനും ഗ്രഹണം പിടിക്കുന്നു, ചന്ദ്രനും ഗ്രഹണം പിടിക്കുന്നു. പക്ഷേ ആ ഗ്രഹണം ഒഴിയണ്ടേ? ഒഴിക്കില്ലെങ്കിലോ എല്ലാം നാശനഷ്ടം. ഇപ്പോൾ അതുപോലെ 50 ഗ്രഹണ യോഗം ഉണ്ട് ഇതിനകം. ആ ഗ്രഹണ യോഗം ഒന്ന് മാറ്റിയെടുക്കണം നിങ്ങൾ, അല്ലേ? എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കൂ? ശക്തി കൊണ്ട് സാധിക്കില്ല, കാരണം ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ കേട്ടോ. വരത്യം കേട്ടോ, വിളിക്കപ്പെടാം എല്ലാവരോട്. ഭക്തിയാകുന്ന വിവേക്യം ഭഗവാനെങ്കിൽ ഏൽപ്പിക്കാൻ, അതനുഭവിക്കാൻ നിങ്ങൾ ആരാധിക്കുന്ന ദേവന്മാരെ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും, അല്ലേ? തൊണ്ടച്ചൻ എന്നല്ലേ പറയുന്നത്? തൊണ്ടച്ചൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇവിടെ അച്ഛനായിട്ട് വരേണ്ടത് അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? ശരി, അച്ഛൻ എന്ന് പറയുന്നത് അച്ഛന്റെ അച്ഛനാണ്. തൊണ്ടച്ചൻ എന്ന് പറയുമ്പോഴും എത്രയോ അച്ഛന്മാർക്കപ്പുറം, അല്ലേ? അങ്ങനെയുള്ള ഒരു അച്ഛൻ പട്ടിണിയിലായാൽ നിങ്ങൾക്ക് എങ്ങനെ സുഖം കിട്ടും? എന്ത് സമാധാനം കിട്ടും? എന്ത് ആശ്വസ്യം കിട്ടും? നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എന്തെല്ലാം ചെയ്തു? നാലാൾക്ക് കണ്ടാൽ ഇരിയർക്ക് ബോധിക്കും പ്രകാരമുള്ള എണ്ണങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? അല്ലേ? ഇല്ലേ ഉരമാനെ? ഇല്ലേ ഉദാഹരണമേ? നിങ്ങൾ ബുദ്ധിയും അഴകും ആയുസ്സും യശസ്സും കീർത്തിയും വൈഭവങ്ങളും അഭിമാനങ്ങളും നിങ്ങൾക്ക് തന്നു. നാലാൾക്ക് കണ്ടാൽ ഇനിയർക്ക് ബോധിക്കും പ്രകാരമുള്ള എണ്ണങ്ങളെല്ലാം ഇതിനകത്ത് പ്രകാശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കടം വാങ്ങിയോ? അല്ല, കൈ വെട്ടാൻ കട വന്നോ? പക്ഷേ കുട്ടികളെ കുബേരനാക്കിയ നാഥാണ്. ആ ഭഗവാൻ നിങ്ങൾക്കും വേണ്ടുന്നതായ അത്ഭുതം ധനം കണ്ടുകൊണ്ടേയിരിക്കും. അതിനൊരു വഴിയുണ്ടാക്കും, അല്ലേ? ആയതുകൊണ്ട് ആ കിട്ടുന്ന നിധിയുണ്ട്, ആ നിധിയെ പൊന്നുപോലെ സൂക്ഷിക്കണം. അതിൽ മണ്ണിൽ ആണ്ടുപോകാൻ ഇടവരുത്തരുത്. സുഖസ്യാനന്തരം ദുഃഖ, ദുഃഖസ്യാനന്തരം ദുഃഖ, ജനനാനന്തരം മരണം, മരണാനന്തരം ജനനം. ഇങ്ങനെയുള്ള ചക്രമുണ്ട്. ചക്രം തിരിയും. ആ ചക്രം തിരിയുമ്പോ ഈ വെളിവില്ലത് ഇരുട്ടാവും. ഇരുട്ട് വന്നാൽ ആയിരിക്കും കണ്ണു കാണില്ല. അതിന്റെ കണ്ണ് കാണാത്തതിന്റെ മുരുളാകുന്ന ദേവനല്ലേ കൊണ്ടച്ചൻ കാണാം. പക്ഷെ മൂന്നാമത്തെ കണ്ണുണ്ട്. ആ കണ്ണ് മിടിച്ചാൽ ആർക്കും മുമ്പിൽ നിൽക്കാൻ പറ്റും. ആ കണ്ണ് മിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്